സ്ഥാനാർത്ഥികൾക്ക് പരമാവധി ചെലവഴിക്കാവുന്ന തുക ഗ്രാമപഞ്ചായത്തിൽ 25,000 രൂപയും ബ്ലോക്ക് പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിലും 75,000 രൂപയും ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും 1.5 ലക്ഷം രൂപയുമാണ്. നമസ്കാരം. ആദ്യം തന്നെ പറയാം, ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. പരമാവധി രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആയിട്ട് അകലം പാലിച്ച് നിൽക്കുന്ന ഒരാളും കൂടെയാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായ ലോജിക്കില്ലാത്തൊരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഈ വീഡിയോ എല്ലാ പ്രിയപ്പെട്ടവരും അവസാനം വരെ കാണാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ഈ വീഡിയോയുടെ ആദ്യം കണ്ടത് നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഈ ഡിസംബറിൽ നടക്കുന്ന കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ചില ഭാഗങ്ങളാണ്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത്, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥിക്കും ചിലവഴിക്കാൻ കഴിയുന്ന പരമാവധി തുകയുടെ കണക്കാണ് പറയുന്നത്. നമ്മൾ സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ അദ്ദേഹം പറയുന്ന ആ ഒരു പരിധിക്കുള്ളിൽ വെച്ച് ഈ സ്ഥാനാർത്ഥികൾക്ക് ഈ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ നടത്തുവാനായിട്ട് സാധിക്കില്ല എന്ന് മനസ്സിലാകും. നമ്മളിപ്പോഴത്തെ കേരളത്തിലെ ജീവിത ചിലവും സാഹചര്യങ്ങളും ഒക്കെ വെച്ച് നമ്മൾ നോക്കിയാൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ ഗ്രാമപഞ്ചായത്തിൻ്റെ കാര്യം എടുക്കാം. ഗ്രാമപഞ്ചായത്തിലെ ഒരു സ്ഥാനാർത്ഥിക്ക് 25,000 രൂപയാണ് അദ്ദേഹം പരിധിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യമൊക്കെ വെച്ച് നമ്മൾ ഒന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ ഓരോ സ്ഥാനാർത്ഥിക്കും ഒരു 10-20 ദിവസത്തേക്കെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു 8-10 പേരെ കൂടെ കൂട്ടി സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യം വരും തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അവർക്ക് ചിലവിനൊന്നും കൊടുത്തില്ലെങ്കിലും ആഹാരം വാങ്ങിക്കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് നല്ലൊരു തുക ചിലവ് വരും. പിന്നെയും അനവധി ചിലവുകൾ കിടക്കുകയാണ്. അഭ്യർത്ഥന നോട്ടീസ് അടിക്കണം, പോസ്റ്ററുകൾ പ്രിന്റ് ചെയ്യണം, ചുവരെഴുത്തുകളുണ്ട്, അതുപോലെ മൈക്ക് അനൗൺസ്മെൻറ്റുകളുണ്ട്, പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കണം. ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു 25,000 പരിധിക്കകത്ത് ഈ ചിലവ് നിർത്താൻ കഴിയുമെന്ന് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തോന്നുന്നില്ല. അപ്പോൾ ഫലത്തിലൂടെ സംഭവിക്കുന്നത് എന്താണ്? സത്യസന്ധനായ ഒരു പൊതുപ്രവർത്തകനാണെങ്കിൽ പോലും അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ ഒരു കള്ളക്കണക്ക് എഴുതി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സമർപ്പിക്കേണ്ടി വരും ഈ 25,000 പരിധിക്കകത്ത് നിർത്താനായിട്ട്. അപ്പോൾ സത്യസന്ധനായ മനുഷ്യരെയും കള്ളന്മാരാക്കുന്ന ഒരു നടപടിയാണിത്. അപ്പം അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഈ അനുവദിച്ചിരിക്കുന്ന ഈ തുകയുടെ പരിധി അതിൻ്റെ ഇരട്ടിയായിട്ടെങ്കിലും വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഈ കള്ളക്കണക്ക് എഴുതാതെ ഈ ഓരോ സ്ഥാനാർത്ഥിക്കും ഈ തെരഞ്ഞെടുപ്പ് കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ സമർപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തുക ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് തയ്യാറാകണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ വീഡിയോ ഇത്രയും നേരം വീക്ഷിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹാദരങ്ങളോടെ നന്ദി.